വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. ആൾ കേരള ഗൾഫ് റിട്ടേണീസ് ആൻഡ് പ്രവാസി ഫെഡറേഷൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഞാൻ. എൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ശ്രീ നിസാറുദ്ദീൻ സേഠ് കൊല്ലം ജില്ലയുടെ പ്രസിഡന്റാണ്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ശ്രീമതി ജലജകുമാരി നെടുമങ്ങാട് താലൂക്കിൻ്റെ പ്രസിഡന്റാണ്. തൊട്ടടുത്തിരിക്കുന്നത് മിനി പൗലോസ്. ഈ ചതിയിൽപ്പെട്ടവരാണ്, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചതിയിൽപ്പെട്ടവരാണ്. എറണാകുളം ആലുവായ്ക്കടുത്ത് ഒരു പ്രവാസി ലക്ഷങ്ങൾ വിസ കൊടുക്കാമെന്ന് പറഞ്ഞ്, ജോലിയുള്ള വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവരെ നിന്നൊക്കെ പണങ്ങൾ വാങ്ങിച്ചു. വിസയില്ല, ആളുമില്ല. എൻ്റെ അന്വേഷണത്തിൽ സത്യസന്ധമായാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ അനുഭവസ്ഥർ പറയും. ശ്രീമതി നിഷാദി സേഠ് സംസാരിച്ചോളൂ. ബഹുമാന്യ മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ സഹായം ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അധികാരികളുടെ മുന്നിൽ ഈ സാധുക്കളുടെ ശബ്ദം എത്തിക്കണം. ജീവിക്കാൻ വേണ്ടി മാർഗമില്ലാതെ ഏതെങ്കിലും വിദേശത്ത് പോയി എന്തെങ്കിലും പണിയെടുത്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയുള്ള അവരുടെ പരിശ്രമത്തിന്റെ പേരിലാണ് ഇവർ ചതിവിൽപ്പെട്ടത്. അവരാരും വിസ തേടിപ്പോയവരല്ല. അവരുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾക്ക് ജോലിയും സൗകര്യങ്ങളുമുള്ള വിസ തന്ന് സഹായിക്കാം, അതിന് സർവീസ് ചാർജ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് 1.5, 2, 3 ലക്ഷം രൂപ വീതം ഏകദേശം 100 അടുത്ത് വരുന്ന ആളുകൾ, 15ഓളം ആളുകളുടെ പരാതികൾ കിട്ടിയിട്ടുണ്ട്. 10ഓളം ആളുകൾ ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉണ്ട്. ബാക്കി ഏകദേശം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 150ഓളം ആളുകളിൽ നിന്നും ഇയാളുടെ ഭാര്യയും കൂടി പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ പരാതി പോലീസിന് കൊടുത്ത പരാതി കയ്യിലുണ്ട്. പക്ഷെ ഈ പരാതിയുടെ പേരിൽ ഇതുവരെയും ഒരു റെസീറ്റ് കൊടുത്തിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന്. ഒരാളൊരു പരാതി കൊണ്ട് കൊടുക്കുന്നു, അതും സ്ത്രീകൾ തന്നെ പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ അവരെ കേട്ട് FIR ഇട്ട് അവർക്ക് റെസീറ്റ് കൊടുക്കേണ്ടതാണ്. ശരി, FIR ഇട്ടില്ല എന്ന് വെച്ചോളൂ, ഒരു പെറ്റിഷൻ ഒരു അതോറിറ്റി കൺസേൺറ്റിന്റെ മുന്നിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു റെസീറ്റ് കൊടുക്കുക എന്ന് പറയുന്ന സാധാരണ മര്യാദയുണ്ട്. അതുപോലും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ഈ വേട്ടക്കാരുടെ കൂടെയാണ് നിന്നിട്ട് ഇരകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് അവകാശപ്പെടുകയും വേട്ടക്കാരോടൊപ്പം നിന്ന ശേഷം കയറി ചെല്ലുമ്പോൾ അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്നതാണ്. തൊടുപുഴയും അതുപോലെയുള്ള സ്ഥലത്ത് നിന്നും തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെയോ ചീഫ് മിനിസ്റ്ററിന്റെയൊക്കെ മുന്നിലെത്താനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സംഘടനയെ, ഇവരും നേരത്തെ വിദേശത്ത് പോയിട്ടുള്ളവരും ഞങ്ങളുടെ സംഘടനയുടെ മെമ്പർമാരുമാണ്. അപ്പൊ ഞങ്ങളുടെ സംഘടനയെ അറിയിച്ചപ്പോൾ പ്രവാസി അസോസിയേഷന്റെ പേരിൽ ഞങ്ങൾ അന്വേഷണം നടത്തുകയും ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ചെലവഴിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാക്കലല്ല ഞങ്ങളുടെ ഉദ്ദേശം. മറിച്ച് ഈ സാധുക്കൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടണം. ഈ പറ്റിച്ച ആളുകളുടെ ഫോട്ടോ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇവർ ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ടാണ് ഇവരെ ഉപദ്രവിച്ചിട്ടുള്ളത്, പറ്റിച്ചിട്ടുള്ളത്. ഈ കാശ് ഒന്നും വേണ്ട, ഇനി അവർക്ക് വിസ കിട്ടുക, ജോലി കിട്ടുക എന്നൊന്നും അവർക്ക് പ്രതീക്ഷയില്ലാത്ത നിലയിലേക്ക് ആ പ്രതീക്ഷകൾ അസ്തമിച്ചുപോയി. അവരുടെ കഴുത്തിൽ കിടക്കുന്ന മിന്നും അതുപോലെ തന്നെ അയൽവാസികളുടെ കമ്മലും മോതിരവും എല്ലാം വാങ്ങി പണയം വെച്ച് കൊടുത്ത പൈസയാണ്. ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടിയില്ല എങ്കിലുള്ള ആ ദയനീയമായ അവസ്ഥ, നിങ്ങളും ഇതുപോലെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങൾ വെറും മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട് കുടുംബങ്ങൾ. ഇവർ വല്ലാതെ ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരെ സഹായിക്കുന്നതിന് ആവശ്യമായ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്നും CM-ന്റെ ഭാഗത്ത് നിന്നെല്ലാം ഉണ്ടായി. ഈ കുഴപ്പക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഇവരുടെ നഷ്ടവും അവരുടെ മുതലും അവരുടെ നഷ്ടവും തിരിച്ച് അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് നിങ്ങൾ അധികാരികളെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എൻ്റെ പേര് ജലജകുമാരി എന്നാണ്. ഞാൻ എൻ്റെ കെറപ്പിൽ 2 പേർക്ക് ക്യാഷ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്ലൈ എന്തെന്ന് വെച്ചാൽ, പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് പൈസ വാങ്ങി തരാനുള്ള റൂൾസ് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധിച്ചത്. ഞങ്ങൾ ചെന്നിട്ടൊരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ 2 പേരെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിത്യ ആൾക്കാർ വരെയാണ്. അവർ വന്ന് എൻ്റെ വീട്ടിൽ കലവും ചട്ടി വാരിക്കൊണ്ടിട്ട് താമസിക്കും. അത് ഭയങ്കര ഭീഷണിയായിട്ടിരിക്കുകയാണ്. ഈ പൈസ വാങ്ങിച്ചതിൻ്റെ എല്ലാ എവിഡൻസും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചെക്ക് 1.5 ലക്ഷം രൂപ ചെക്ക് വായിക്കും, ഗൂഗിൾ പേ വഴി ഇതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ പലരെയും മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇന്ന് യാതൊരുവിധ നടപടിയും കിട്ടിയിട്ടില്ല. എന്നോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ പാർട്ടിക്കാരാണ് ഭരിക്കുന്നത്, നല്ല ഫുഡാണ് ജയിലിൽ പോയാൽ, എന്നെ ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള ചെയ്തോ. ഏത് പോലീസിനെ വിളിച്ചാലും ഒരു പോലീസും അനങ്ങൂല. ഈ മിനി എന്ന് പറഞ്ഞ കുട്ടി രാജക്കാടി കേക്കലിൽ FIR ഇട്ടു.
ഇപ്പൊ വീണ്ടും ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം പറയുന്നത് പുള്ളി നൗഷാദിനെ പിടിക്കാൻ പറ്റില്ല, പിടിക്കണമെങ്കിൽ 2 മാസം വേണം. എന്തിനാണ്? അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് പോലീസ്. മുൻകൂർ ജാമ്യം അവസരം കൊടുക്കുകയാണ്, അവർക്ക് ജാമ്യം കൊടുക്കാനുള്ള അവസരമാണ് കൊടുക്കുന്നത്. മന്ത്രിക്ക് പോലും പരാതി കൊടുത്തപ്പോൾ മന്ത്രിയെക്കാളും വലുതാണ് ഈ നൗഷാദ് എന്ന് പറയുന്ന ആള്. ഇതിന്റെ മുഖ്യ കണ്ണി നസീനാണ്. നൗഷാദിന്റെ ഭാര്യ. അവളെ കയ്യിലാണ് 10-25 ലക്ഷത്തിന് പുറത്ത് പണം അവളെ അക്കൗണ്ടിൽ പോയിരിക്കുകയാണ്. ഇതാണ് ആള്. ഈ 2 പേരാണ് ദുബായ് നസീനയും നൗഷാദും. മനുഷ്യക്കടത്തിന്റെ മെയിൻ ആളാണ്. മനുഷ്യക്കടത്തിന്റെ രാത്രി സമയങ്ങളിൽ ഭർത്താവില്ലാത്ത വീടുകളിൽ പോയി സ്ത്രീകളെ അതിക്രമിച്ച് കയറി പിടിച്ച് ആലുവ സ്റ്റേഷനിൽ കേസ് കിടക്കണം. അവർ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പേര് വെളിപ്പെടുത്തരുത് ദൈവീയത്, അവിടെ അനിയത്തി ഉണ്ട് എന്ന് കെട്ടിച്ചയക്കാൻ. നിങ്ങൾ ഏത് സ്റ്റേഷനിൽ വിളിച്ചാലും ഞങ്ങൾ വന്ന് പറയാം. ഈ നൗഷാദിന്റെ സ്വഭാവം ഇതാണ്. എൻ്റെ പേര് മിനി പൗലോസ്. ഞാൻ രാജക്കാട് പഞ്ചായത്തിൽ മുല്ലക്കാനത്ത് താമസിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിസ തരാമെന്നും പറഞ്ഞ് വിസ ദുബായിൽ വിസ തരാം, ജോലി മേടിച്ചു തരാം, 50,000 രൂപ സാലറിയോട് കൂടിയുള്ള വിസ മേടിച്ചു തരാം, ജോബ് വിസയാണ്, അതുകൊണ്ട് നിങ്ങൾ എംപ്ലോയി വിസയ്ക്കുള്ള പൈസ അടയ്ക്കണം, 2 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപയുടെ ചെക്കും 50,000 രൂപ ക്യാഷായിട്ട് നമ്മൾ കൊടുത്തതാണ്. ഇതുവരെയായിട്ടും അതിന് ഒരു തീരുമാനമായിട്ടില്ല. അത് ഞാൻ രായക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. രായക്കാട് സ്റ്റേഷനിൽ ജനുവരി 2-ാം തീയതിയാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം ഇവര് പരാതി കൊടുത്തതിന് ശേഷം ഇവർ 2 പ്രാവശ്യം വിളിപ്പിക്കുകയൊക്കെ ചെയ്തു. അന്നേരം അവർ പറഞ്ഞു, ഞാൻ ചെക്ക് തരാം, ചെക്കിന് അക്കൗണ്ട് ക്ലോസ് ചെയ്ത ഒരു ചെക്കാണ് തന്നിരിക്കുന്നത്, അത് ഈ ചെക്കാണ്, നസീന നൗഷാദിന്റെ ഈ ചെക്ക് ആണ് അവർ തന്നത്. ഞാൻ ബാങ്കിൽ കൊണ്ട് കൊടുത്തു. ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് അവർ പറഞ്ഞു ഇതിനകത്ത് പൈസ ഇല്ലാത്ത ചെക്കാണ്, അതുകൊണ്ട് ഇതിനകത്ത് പൈസ ഇല്ലാതെ തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെ ഞാൻ മുഖേന 3 പേര് വേറെയും എൻ്റെ കൂട്ടത്തിൽ പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ പേടിയാണ്, അതുകൊണ്ട് നിങ്ങളോട് കൂടി വരുവാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാൽ മതി. അതുകൊണ്ട് അവർ കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പം ഇത് നൗഷാദിന് കുഴപ്പമില്ലെന്ന് തോന്നി. അവരും 1.5 ലക്ഷം രൂപ വെച്ച് ഈ അക്കൗണ്ടിലേക്ക്, നസീന നൗഷാദിന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തു. ഇതുവരെയായിട്ടും വിസയും അവർ തരുന്നില്ല, ഞങ്ങളെ കൊണ്ടുപോകാൻ തയ്യാറായില്ല. 2 മാസം കഴിഞ്ഞ് ജോസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ മുഖേനയാണ് ഞങ്ങൾ ഇത് കൊടുക്കാൻ കാരണം. ജോസ് ചേട്ടൻ തിരിച്ചു വന്ന് ദുബായിലേക്ക് ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞ് പോയിട്ട് അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാതെ അവരെ പല ട്രാപ്പിലും പെടുത്തി തിരിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, ഇത് ഇയാൾ മഹാ ഫ്രോഡാണ്, അതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇയാൾ ഞങ്ങളെ കൊണ്ടുപോയി റാക്കറ്റിൽ പെടുത്താൻ വേണ്ടിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ വഴി അതിന്റെ പേരിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇനി വിസയും ഞങ്ങൾക്ക് വേണ്ട, പൈസയും ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി, ഞങ്ങൾ ഇനി ദുബൈയിലേക്ക് വരുന്നില്ല, എത്രയും വേഗം ഞങ്ങൾക്ക് പൈസ തിരിച്ചു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. അന്ന് തൊട്ട് ഞങ്ങൾ എൻ്റെ ഒരു അബൂ താഹിർ, ആലുവയിലാണ് സ്ഥലം. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ വന്നത്. പൈസ കൊടുത്തതും അവിടെ വെച്ച് തന്നെയാണ്. നസീന നൗഷാദിൻ്റെ പേരിലേക്കാണ് നമ്മൾ അക്കൗണ്ടിൽ പൈസ അയച്ചു കൊടുത്തത്. ആ പൈസ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ പുറകിലിരിക്കുന്നതും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ്. ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും കൊടുത്തു പൈസ. ലക്ഷങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇതുവരെ നമ്മൾ കൊണ്ടുപോയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളുടെ സമ്മർദ്ദം കൂടിയപ്പോൾ ഒരു കഴിഞ്ഞ ചെക്ക്, അതായത് ഒരു എന്താ പറയുക, വിസിറ്റിംഗ് വിസ, ഡേറ്റ് കഴിഞ്ഞ ഒരു വിസിറ്റിംഗ് വിസ തന്നിട്ട് പറഞ്ഞ് നീ പോകാണ്ടിരുന്നിട്ടാണ് ഇതായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് പ്രശ്നമായി. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പോലീസുകാർ പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ പൈസ കൊടുത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ വേറൊരു മാർഗമില്ല. പോലീസുകാരെല്ലാവരും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന അവസരത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഇതിനു വേണ്ടി മുതിർന്നത്. അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ കൂടി ഇത് നമുക്ക് നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. ലാസ്റ്റ് പോലീസ് സ്റ്റേഷൻ നമ്മൾ എത്രയൊക്കെ കയറി ഇറങ്ങിയിട്ടും കാര്യമില്ല. പോലീസുകാർ പറയണത് നാളെ നിങ്ങൾ ഇവിടെ ഒരു കേസിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കാണേണ്ട കേസാണ്. അപ്പൊ അങ്ങനെയല്ല നമുക്ക് കാര്യം. വാദി പ്രതിയാകുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക്
നീതി കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ജോസ് എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയാണ് താമസിക്കുന്നത്. ആലുവയിൽ ഉള്ള എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഈ നൗഷാദിനെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ദുബായ് ഹോട്ടലുണ്ടെന്നും അതിൻ്റെ പേര് രുചിക്കൂട്ട് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അതിൻ്റെ രുചിക്കൂട്ടിൻ്റെ കുറേ കള്ള രേഖകളൊക്കെ എന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. അപ്പം ജോബ് വിസയ്ക്ക് 1,60,60,000 രൂപ നസീമ എന്ന് പറയുന്ന പുള്ളിയുടെ വൈഫിൻ്റെ പേരിലോട്ട് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. 10 ദിവസം പോകാമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പൈസ മേടിച്ചെങ്കിലും 3 മാസങ്ങൾക്ക് ശേഷമാണ് പോകാൻ സാധിച്ചത്. എന്നോടൊപ്പം 4 പേരുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്ത് മനോജ് എന്ന് പറഞ്ഞ ഒരാളും പിന്നെ ഒരു പയ്യനും ഡിപ്ലോമ പാസ്സായ ഒരു പയ്യനും ഒരു പെൺകുട്ടി. ഞങ്ങൾ 4 പേരാണ് ദുബായ്ക്ക് ഇവിടുന്ന് കയറുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ ബെഡ് സൈഡിലോട്ട് മാറ്റുകയും ഞങ്ങളെ പൈസ 40,000 മറ്റേ മനോജിൻ്റെ 50,000 രൂപയോളം ഉണ്ട്. ഞങ്ങൾ ഹോട്ടലിലാണ് റൂമെടുത്ത് ഞങ്ങൾ കിടന്നത്. ചെന്നതിന് ശേഷം പുള്ളിയുടെ സ്വന്തം ഹോട്ടലിലോട്ടുള്ള എനിക്ക് പറഞ്ഞിരിക്കുന്ന 50,000 രൂപയും സാലറി 50,000 രൂപയും 50,000 രൂപ സാലറിയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു അവിടുത്തെ ഷെഫ് പോയിട്ടില്ല, ഒരു 10-15 ദിവസത്തെ താമസം വരും, അതിന് ശേഷം ജോസിനെ കയറ്റാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ആ റൂമിൽ അങ്ങനെ കിടക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം പുള്ളി മദ്യം കൊണ്ടുവന്ന് വെറുതെ ബോറടിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ മദ്യം കഴിക്കുകയും പല പ്രാവശ്യം മദ്യമൊക്കെ കഴിക്കുമായിരുന്നു. എന്നാൽ ഡിയാൻ ഈ മദ്യം കഴിച്ച് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് എൻ്റെ വീട്ടിലേക്കും അതുപോലെ ഇവിടെ മിനിയുടെ മറ്റ് പലരുടെ അക്കൗണ്ടിലോട്ടും പലരുടെയും ഫോൺ നമ്പറിലോട്ടൊക്കെ എൻ്റെ ഞാൻ മദ്യപിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോയ്ക്ക് ഇട്ട് കൊടുത്തു. ഇതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനാണ് ഈ മിനിയെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇന്ന ഒരാളാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ മിനി കാശ് കൊടുത്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടുമില്ല. അതിനുശേഷം 2 മാസത്തെ ബിസിനസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് വിസ എടുത്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആണ് പുള്ളി കൊണ്ടുവന്നത്. അവിടെ ചെന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ജോലിയില്ല, വിസ ഇല്ലാതെ ഇരിക്കുകയും പുള്ളിക്ക് ഹോട്ടലില്ലെന്ന് അവിടെ ചെന്നപ്പോഴാണ് പറ്റിക്കപ്പെട്ടതായിട്ട് അറിയാൻ സാധിച്ചത്. അതിനുശേഷം പുള്ളി ഞാൻ പറഞ്ഞ കാശ് ഞങ്ങളുടെ തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി മിസ്സിട്ട് തരാമെന്നും പറഞ്ഞിട്ടാണ് പൊതുവിനപ്പുറം മിസ്സിടാനുള്ള തിരക്കിലാണെന്നും ഇരിക്കുന്നും പറഞ്ഞെന്ന് അങ്ങനെയാണ് ഞങ്ങളവിടെ പാർപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മനോജ് എന്ന ഒരാൾ വിസയുടെ കാലം തീരാൻ പോയപ്പോൾ മനോജ് തിരിച്ചു വന്ന് പൈസ തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ വിസയുടെ കാലാവധി തീരാൻ പോകണം, മെസ്സേജ് ഇടാൻ പുള്ളിക്ക് സാധിക്കില്ലെന്നുള്ള അവസ്ഥ വന്നു. ഇതിനിടയ്ക്ക് പുള്ളി പല പ്രാവശ്യം ഞങ്ങളെ മദ്യം കഴിച്ചതിന് ശേഷം ഞങ്ങളെ ഗോൾഡ് സുഖം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പല പ്രാവശ്യം സ്വർണം അവിടെ സ്വർണ്ണക്കടയുടെ അവിടെ കൊണ്ട് സ്വർണ്ണം എടുത്തുകൊണ്ട് പോവാ, എൻ്റെ തന്നാൽ മതി, ഞാൻ ഇതും കൊണ്ട് ഓടിയും ഷാർജ പോക്കോളാം, നിങ്ങൾക്ക് പോകാനുള്ള സെറ്റപ്പല്ല ഞാൻ പല പ്രാവശ്യം ഈ സ്വർണം മോഷ്ടിക്കാനുള്ള ഒരു പ്രേരണ ഞങ്ങൾക്ക് നൽകി. അതുപോലെ തന്നെ മദ്യം തന്ന് പലയിടത്തുനിന്നും ബ്ലാക്കിൽ കൊണ്ടുവന്ന് വെക്കുന്നവർക്ക് എടുക്കാനുള്ള ശ്രമം എടുക്കുമെന്ന് ഞങ്ങളെ പ്രേരിപ്പിക്കും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഇത് കൂട്ടമുണ്ടാകും. അതുകൊണ്ട് എനിക്ക് സമയം കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഈ വൻ തട്ടിപ്പിൽ കുടുങ്ങി ഞാനും എന്നെപ്പോലുള്ള പലരും 4 പേര് ഞങ്ങൾ 4 പേരും തിരിച്ചു പോരും ചെയ്തു. ഒരാൾക്ക് പോലും പണി കിട്ടിയിട്ടില്ല. മദ്യപിച്ചിട്ടുള്ളവരും മദ്യപിക്കാത്ത പെണ്ണും ആ പയ്യനും ഉൾപ്പെടെ എല്ലാം 2.5 ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ടുള്ള 4 പേരും ഗതികെട്ട് അതിൽ ആ പയ്യനൊക്കെ പൈസ ഇല്ലാതെ പലരിൽ നിന്ന് കാല് പിടിച്ചാണ് ഇവിടെ തിരിച്ചെത്തി. ഞങ്ങൾ 4 പേരും ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറ്റിയ പോലെ ഇനി മറ്റുള്ളവർക്കും സംഭവിക്കാതിരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം, അതിന് ഞങ്ങൾക്ക് മുടക്കിയ കാശ് തിരികെ ലഭിക്കുന്നതിനും ഉള്ള സഹായം ചെയ്യുന്നതിനും നിങ്ങളുടെ ആവശ്യമായ സഹകരണം മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ട് എന്ന് ഞാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടി അവിടെ നിന്ന് അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഭാര്യ ആണ് നസീന എന്ന് പറയുന്നത്. അവരുടെ നമ്പറാണ് 8921031255. ഒരിക്കൽ കൂടി പറയാം, 8921031255. അവരുടെ പേര് നസീന. അവരുടെ 2ാം പ്രതിയായിട്ട് വെച്ചിരിക്കുന്നത് നൗഷാദിനെയാണ്. ആ നൗഷാദിന്റെ നമ്പർ 9567047123. ഒരിക്കൽ കൂടി പറയാം. ഒരു അഭേദ അവരുടെ അതിശയ വാർത്തകളും പ്രസിദ്ധീകരിക്കുന്നവരാണ്. ഞാൻ അവരെ കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ സിറ്റിയിലുള്ളവരാണ്, അവർ മറന്നുപോയതാകാം. ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതാണ് സംഗതി. ഞാൻ എൻ്റെ കയ്യിലുള്ള അങ്ങ് തരാം. ഞാൻ സാമ്പത്തിക സഹായത്തിനല്ല, സാമ്പത്തിക സഹായത്തിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ.
ഇത് മരുന്ന് വാങ്ങി ഉപയോഗിച്ചു. ആ മരുന്ന് വാങ്ങി ഉപയോഗിച്ചതിന് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന്, ആ കുട്ടക്കണക്കിനുള്ള അതിന്റെ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന സ്ട്രിപ്പും അതിന്റെ ഫോട്ടോസുമാണ്. ഇതിന് ഒരു പരിഗണന ഉണ്ടായിട്ടില്ല. അതിന് വേണ്ട നിലയിലുള്ള ഒരു പരിഗണന ഉണ്ടാവാനായിട്ട് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയാണ്. അതിന്റെ കോപ്പി എല്ലാവർക്കും ഇപ്പൊ തരുന്നുണ്ട്. വാർത്തകളും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം.